ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ. നമ്മുടെ മഹേഷ് നാരായണൻ മമ്മൂക്ക ലാലേട്ടൻ മൂവി സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. ഒരു വീഡിയോ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ലുക്കും വന്നിട്ടുണ്ട്. കാണാം. ഏതാദ്യം കണ്ട്? ആദ്യം പൂജ തുടങ്ങുമ്പോ എങ്ങനെ തുടക്കം അങ്ങനെ തന്നെ ചിരി. എന്ത് ചിരി? ആദ്യം ചിരി ഇരിക്കുന്നു. ഇപ്പൊ ചിരിക്കാനും പാടില്ലേ? അല്ല, എന്തിനാണെന്ന് ചോദിച്ചതോ? എനിക്കും ചിരിക്കാനാണ്. ചിരിച്ചോ? അത് എല്ലാരോടും നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോ ഒന്ന് ചിരിക്കുന്ന വളരെ നല്ലതാണ്. അത്രേ ഉള്ളൂ. ഞാൻ തോന്നി എന്നെ ആക്കി ചിരിക്കുന്ന. ഞാൻ അങ്ങനെ ചെയ്യോ? നീ അങ്ങനെ ചെയ്യും. നീ പൂജ എന്നുള്ള ഉദ്ദേശിച്ചത് പൂജ എന്നുള്ളത് തന്നെയല്ലേ? അത്രേ ഉള്ളൂ. ഇങ്ങനെ അതല്ലേ. തുടക്കം എപ്പോഴും നല്ലതീന്ന് തുടങ്ങണം എന്ന് പറഞ്ഞത്. അല്ല, നീ വേറെ ഏതെങ്കിലും ചെയ്യുന്നില്ലല്ലോ. അല്ല, നിന്റെ ചിരി അത്ര സുഖല്ല. പൂജ വീഡിയോ കാണാം. സ്ക്രിപ്റ്റ് ഇരിക്കുന്നു. സ്ക്രിപ്റ്റ് തേങ്ങ ഇതിനായിട്ട് അവർ മുന്നേ പോയത്. ആൻഡ്ര ജോസഫും ലാലേട്ടനും മുന്നേ പോയത് ഇതിനാണ്, പൂജയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കൊന്നും പൂജയിലില്ല, പൂജയ്ക്ക് ശേഷമാണ് അവരെത്തിയത്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ശരിയല്ലേ? കറക്റ്റ്. ഹെലികോപ്റ്ററോ? അതൊക്കെ തന്നെ ഭീകരാക്കിക്കുന്നു. ലാലേട്ടൻ്റെ എൻട്രി ആയിരിക്കും ഹെലികോപ്റ്ററിൽ. ലാലേട്ടനാണോ അതോ മമ്മൂക്കയാണോ? അല്ല, എമ്പുരാനിൽ നിന്ന് വരികയാണ് നേരെ ഈ സിനിമയിലേക്ക്. സ്റ്റീഫൻ. അതെ. ലുക്കിലാണല്ലോ. ചാക്കോച്ചൻ. ഇതൊരു ചെമ്മേന് ശേഷം കേട്ടോ. ലൊക്കേഷൻ നോക്ക്, സംഭവം എന്തൊക്കെയോ വലിയ പണ്ണലാട്ടോ. അയ്യോ. അപ്പോൾ പൂജയ്ക്ക് ശേഷമുള്ള, അതായത് മമ്മൂക്കയും ചാക്കോച്ചനും അവിടെ എത്തിയതിന് ശേഷമുള്ള ഷൂട്ടിംഗ് ഭാഗങ്ങളും കുറച്ചതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. തുടങ്ങിയിട്ടുണ്ട്. ക്യാരക്ടർ ലുക്കാണത്. പോലീസാണോ? അല്ല, ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടേ ഒരു മീശയൊക്കെ പിരിച്ച്, ചെറുതായിട്ട് മീശയൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അല്ല, സംഭവം വലിയ സിനിമയാണ്. പോലീസിൽ ഒതുങ്ങൂല. അതിന്റെ മുകളിൽ മിലിറ്ററിക്കാരനായിരിക്കും. അതുക്കും മേലെ ആയിരിക്കും. അതുക്കും മേലെ എന്തെന്നല്ലേ, അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വലിയ സംഭവം ചെയ്യുന്ന വലിയ കഥാപാത്രങ്ങളായിരിക്കും ഇത്. അപ്പോഴാണ് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കുന്നത്. എന്തായാലും കണ്ടറിയാം. എന്തായാലും 3 പേര് ഒരുമിച്ച് ഫ്രെയിമിൽ നമ്മൾ കണ്ടു. ചാക്കോച്ചനെയും ലാലേട്ടനെയും മമ്മൂക്കനെയും അല്ലേ? അതിന്റെയൊക്കെ സ്റ്റിൽസ് ആൾറെഡി ഇതിന്റെ മുമ്പ് കുറച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, നമ്മളെ വീഡിയോയില് നമ്മൾ ഈ ഒരു വീഡിയോ മാത്രം ആയിരുന്നില്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കുറച്ച് സ്റ്റിൽസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതില് പ്രസക്തി ഇല്ല, ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം ആ സ്റ്റില്ലിലുള്ളതല്ല അവിടെ ഉണ്ട്, വീഡിയോയിലുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണോ അതൊക്കെ ഇപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നു. എന്നിട്ട് എടുത്ത് വെച്ചേക്ക. ഇതൊക്കെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോസ്. വീഡിയോ വേറെ ഉണ്ടത്. അപ്പൊ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതല്ലേ ഏതൊക്കെ? അല്ല, നമ്മൾ വീഡിയോ പിന്നെ സ്പോട്ടിൽ ഇവിടെ ഇരുന്നിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. നേരത്തെ കണ്ടായിരുന്നെങ്കിൽ നമ്മൾ എടുത്തു വെക്കൂലായിരുന്നു. അതെ, എടുത്തു വെക്കൂലായിരുന്നു. എന്താണെങ്കിലും
സംഭവം ഗംഭീരമായിരുന്നു. പക്ഷെ ലാലേട്ടൻ എന്താന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ച്. നാട്ടിലെത്തി എനിക്ക് തോന്നുന്നു അവിടുത്തെ കുറഞ്ഞ സമയം കാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു ലാലേട്ടന്. ബാക്കിയൊക്കെ മമ്മൂക്ക, കുഞ്ചാക്കോവന്റെ ഒക്കെ ഷെഡ്യൂളുകളായിരിക്കും ഉള്ളത്. എന്തായാലും ആകെ ഇനി പറയാൻ പറ്റില്ല കേട്ടോ, ഇന്ന് രാത്രി തിരിച്ച് പറയാൻ പറ്റും. അല്ല ആള് പാലക്കാട് നമ്മുടെ എമ്പുരാന്റെ ഷൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ശരിയാണല്ലോ. അപ്പൊ ഇനി എമ്പുരാൻ കഴിഞ്ഞിട്ട് ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ ശ്രീലങ്കയില് നമ്മുടെ മഹേഷ് നാരായണൻ മൂവിന്റെ മൊത്തം ഷൂട്ടുള്ളത്. അപ്പം ശ്രീലങ്കയിലെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും ലാലേട്ടൻ ജോയിൻ ചെയ്യാൻ പോണേ ഇനി. അപ്പത്തേക്കും ലാലേട്ടന്റെ എമ്പുരാൻ തീരുകയും ചെയ്യും. എന്തായാലും അതിന്റെ പേര് ഇവര് ക്ലാബ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്തൊക്കെയോ അക്ഷരങ്ങൾ പറയണ്ടേ. കൊടുത്തിരിക്കുന്ന 3 M 1 N. ശ്രദ്ധിച്ചില്ല? അങ്ങനെയാണോ? നീ ശ്രദ്ധിച്ചില്ല? അങ്ങനെയല്ലല്ലോ. ഇതെന്താ അതിന്റെ മുന്നിലുള്ള എന്താ? അത് നമ്മുടെ ആൻഡോ ജോസഫ്. ഓ പ്രൊഡക്റ്റ്. ഇത് എന്താണെന്നറിയോ? മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ. അതെ, അതായത് ചിലർ പറഞ്ഞിരുന്നു ഇത് മമ്മൂട്ടി സിനിമ എന്നുള്ള രീതിയിൽ നമ്മളോട് പ്രത്യേകം നിങ്ങൾ മോഹൻലാലിന്റെ പേരൊന്നും പറയരുത്, ആള് കാമിയാണ്, മമ്മൂട്ടി സിനിമ മമ്മൂട്ടി സിനിമയായിട്ട് തന്നെ കാണുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ അതിൽ ചെറിയ റോള് വന്നാൽ പോലും അത് ഇനി മോഹൻലാലിന്റെ സിനിമയിൽ മമ്മൂക്ക വന്നാലും ആ രീതിയിൽ തന്നെ ആയിരിക്കും എഴുതുക. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ലാലേട്ടൻ ഇതിൽ ആളുടെ അത്ര തന്നെ സ്ക്രീൻ സ്പേസ് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരേ ഈക്വൽ ഇമ്പോർട്ടൻ്റ് റോളായ മാത്രം മതി. അത്യാവശ്യം നല്ല റോള് തന്നെയായിരിക്കും. അത് എന്താണെങ്കിലും അങ്ങനെ അല്ലാണ്ട് കൊടുക്കൂല. കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതിയതിനകത്തുനിന്ന് പിന്നെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ലാലേട്ടനിലേക്ക് മാറിയപ്പോൾ. കാരണം അത് മാറ്റിയേ പറ്റുള്ളൂ. തീർച്ചയായും സംഗതി മാറുമല്ലോ. അതെ. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MMMN എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു സംശയ കാര്യത്തിലില്ല. പിന്നെ മറ്റൊരു ചോദ്യം, അതായത് മഹേഷ് നാരായണൻ ആളൊരു ഡ്രാമ പരിപാടി കൂടുതൽ ചെയ്യുന്ന ഒരാളാണ്. സത്യം. അപ്പോൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഡ്രാമ ചെയ്തു വെക്കുന്നത് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു ഡ്രാമയ്ക്ക് ഇവരൊക്കെ കൂട്ടുന്നുണ്ടോ? ഇത്രയും കോടി മുടക്കിയിട്ട് ഡ്രാമ ആയിരിക്കും പുറത്തു വരിക? ഒരിക്കലും ഇല്ല. ഇതിപ്പോ നമ്മൾ പൂജ കണ്ടത്, ആ പൂജന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിനുള്ള മൊത്തം പരിപാടി ഒരു ഡ്രാമ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. നന്നായിട്ട് അത് വലിയ ക്യാൻവാസിൽ തന്നെ വരുന്ന സിനിമയാണ്. അപ്പം അതിന്റെ വലിപ്പം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സ്റ്റോറി ഉണ്ടാവും, അതിനനുസരിച്ചുള്ള പ്രാധാന്യം ഉണ്ടാവും വരുന്നവർക്ക് എല്ലാവർക്കും. കാരണം ഇനി ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ പോലും, ഇപ്പം കുഞ്ചാക്കോവൻ അല്ലെങ്കിൽ ഫഹദ് ഫാസിലും വരണമെങ്കിൽ പോലും അവർക്കും അവർക്ക് ചെയ്യാനുള്ള സംഭവം അതിനകത്ത് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരും വരില്ല. അത്രേ ഉള്ളൂ. ഇനി ആരൊക്കെ ഇതിലുണ്ട്, ഇനി എത്ര പേര് വരാൻ കിടക്കും. ബഹുലമായിട്ടുള്ള എന്തോ ആണിത്. അതെ. എന്താണെങ്കിലും കാത്തിരിക്കാം. കാത്തിരിപ്പോ. ഇതിപ്പോ വീണ്ടും തുടർച്ചയായി വരുന്നുണ്ടല്ലോ അല്ലേ കാത്തിരിപ്പോ എന്നുള്ളത്. അത് എവിടുന്ന് കിട്ടിയതാണ് തോന്നുന്നത്. ഇനി എവിടുന്ന് കിട്ടിയതാണോ അത് കണ്ടിട്ട് ഒന്നും കൂടി അത് കാണാം കിട്ടിയ സ്ഥലം, എന്നിട്ട് അവിടെ തന്നെ കളഞ്ഞേക്കാം. അല്ലാണ്ട് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിടാൻ നിൽക്കരുത്. തിരിച്ചെടുത്തോ. ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഒരു സാധനം എടുത്താൽ അത് എടുത്തോട് തന്നെ കൊണ്ടുവെക്കണം. അല്ലാണ്ട് വേറെ വഴിയിൽ എവിടെ ഇട്ടിട്ട് പോകാൻ നിൽക്കരുത്. എടുത്തു വെച്ചോ. പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഇനി അനൗൺസ്മെന്റിന് വേണ്ടി തന്നെ വെയിറ്റിംഗിലാണ്. കട്ട വെയിറ്റിംഗ് ആണ്. ഉടനെ തന്നെ ഉണ്ടാവും. ഒരു ഭീകര അനൗൺസ്മെന്റ്. യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.